Boche Gold and Diamonds. Buy now, pay later. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാതയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചു. മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് കർണാടകയിലേക്ക് കടന്നു പോകുന്ന പാത യാത്ര ചരക്ക് ഗതാഗതത്തിലും വലിയ മാറ്റങ്ങൾക്ക് സഹായകമാകുന്നതാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ റോഡ്, കർണാടക മൈസൂർ ജില്ലയിലെ നഞ്ചങ്കോട് എന്നിവ തമ്മിൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി വഴി ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പാത. ഈ പാത യാഥാർത്ഥ്യമായാൽ കൊങ്കൺ വഴി ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ ട്രെയിനുകൾ ഇതുവഴി തിരിച്ചുവിടാൻ സാധിക്കും. കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രാ സമയം നിലവിലെ 11 മണിക്കൂറിൽ നിന്ന് 7 കുറയ്ക്കുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക, ടൂറിസം, കാർഷിക മേഖലയിലടക്കം വലിയ മാറ്റം കൊണ്ടുവരാനാവും. കർണാടകയിൽ നിന്ന് 1000-ലേറെ ചരക്ക് വാഹനങ്ങളാണ് ഒരു ദിവസം അതിർത്തി കടന്നെത്തുന്നത്. റെയിൽവേ വരുന്നതോടെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരുവിലേക്കുള്ള ദൂരം 1 മണിക്കൂറായി കുറയും. താമരശ്ശേരി, നാടുകാണി ചുരം പാതകളുടെ കുരുക്കില്ലാതാക്കാനും നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയ്ക്ക് സാധിക്കും. 2016-ലാണ് റെയിൽവേ ബജറ്റിൽ നഞ്ചങ്കോട് ബത്തേരി നിലമ്പൂർ പാതയ്ക്ക് അനുമതി ലഭിക്കുന്നതും നിർമ്മാണം തുടങ്ങുന്നതിനുമായി പിങ്ക് ബുക്കിൽ ഉൾപ്പെടുന്നതും. പാത നിർമ്മിക്കാൻ കേന്ദ്രവും കേരളവും തമ്മിൽ സംയുക്ത കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് 2016 മെയ് 5-ന് കേന്ദ്ര സർക്കാർ 30 സംയുക്ത പദ്ധതികളിൽ നിലമ്പൂർ നഞ്ചങ്കോട് പാതയെയും ഉൾപ്പെടുത്തി. നിർമ്മാണ ചെലവിന്റെ പകുതി റെയിൽവേയും പകുതി കേരള സംസ്ഥാന സർക്കാരും വഹിക്കാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരനെ പാതയെക്കുറിച്ച് പഠനം നടത്താൻ ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ പഠന റിപ്പോർട്ട് അനുസരിച്ച് 236 കിലോമീറ്റർ എന്നതിന് പകരം 162 കിലോമീറ്ററിൽ പാത പണി തീർക്കാമെന്നും 6000 കോടിക്ക് പകരം 3500 കോടിയെ ചെലവ് വരികയുള്ളൂവെന്നും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി രൂപീകരിച്ചു. ഇത് റെയിൽവേ അംഗീകരിക്കുകയും നിലമ്പൂർ നഞ്ചങ്കോട് പാതയെ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പാതയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അന്നത്തെ UDF സർക്കാർ 5 കോടി രൂപ ടോക്കണായി ഉൾപ്പെടുത്തി. 2016-ലെ കേന്ദ്ര റെയിൽവേ ബജറ്റിൽ ഏറ്റെടുക്കുന്ന പദ്ധതികളിൽ ഈ 11ാമതായി നിലമ്പൂർ നഞ്ചങ്കോട് പാതയെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതി മുന്നോട്ടു പോയില്ല. LDF സർക്കാർ തലശ്ശേരി മൈസൂർ പാതയെക്കുറിച്ച് പഠനം നടത്താൻ ഇ ശ്രീധരനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.